ഹലോ. ഇന്ന് ഞങ്ങൾ കടയൊക്കെ നേരത്തെ പൂട്ടിക്കെട്ടിയിട്ട് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ആറ്റിങ്ങിലേക്ക് പോവുകയാണ് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട്. അവിടെ ചെന്നിട്ട് 1, 2 ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട പൂട്ടിയെങ്കിലും പിന്നെയും തുറന്ന് 1, 2 സാധനങ്ങൾ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്ത് ദേ വണ്ടി കാത്ത് നിൽക്കുവാണ്. ഓട്ടോറിക്ഷയാണ് കേട്ടോ ആദ്യം കിട്ടിയത്. ഓട്ടോയിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ ദേ വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് വഴിയാണ് പോകുന്നത് കേട്ടോ. പിന്നെ അവിടെ വന്നിട്ട് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൂടെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് അടുത്ത ബസ്സിനായിട്ട് കാത്തിരുന്നപ്പോൾ ബസ് വന്നില്ല കേട്ടോ. അങ്ങനെ ദേഷ്യത്തിൽ പവിതേ അവിടെ പോയങ്ങ് ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ദേ ഒരു KSRTC ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രിയദർശിനിയുടെ ഫ്രീ സർവീസിൻ്റെ ടിക്കറ്റും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഞങ്ങളെ കാത്ത് കുഞ്ഞമ്മ അവിടെ വലിയൂന്നിൽ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ജോലി കഴിഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു ശ്വാസം മുട്ടിൻ്റെ ഗുളികയും കൂടെ വാങ്ങണമായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചെറുതായിട്ട് ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഗുളികയൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു ഓട്ടോ വിളിച്ച് സാധനങ്ങളെല്ലാം വാരി കയറ്റി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വലിയൂന്നിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് വീട്ടിലേക്ക് പോവാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയ ശേഷം പിന്നെ വീണ്ടും കുറച്ച് ഷോയൊക്കെ കാണിച്ചു. അപ്പോൾ അമ്മാമ്മച്ചി പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വന്നായിരുന്നു കേട്ടോ. കുഞ്ഞമ്മ വരുന്നത് അമ്മാമ്മച്ചി അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കും. ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ പുള്ളിക്കാരി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ദേ കുട്ടികളോട് വിശേഷമൊക്കെ ചോദിക്കുവാണ്. പൊന്നൂസിൻ്റെ അടുത്തും പവിയുടെ അടുത്തും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അമ്മാമ്മച്ചി. അപ്പോഴേക്ക് പിന്നെ എനിക്കങ്ങ് ചുമയായി കേട്ടോ. നല്ല ശ്വാസം മുട്ടും കൂടിയായിരുന്നു. പിന്നെ നമ്മുടെ ആയുധം എന്തായാലും കയ്യിലുണ്ടല്ലോ. ഗുളികയൊക്കെ എടുത്ത് വലിച്ച് സെറ്റായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മാറിയേ. പിന്നെ കിങ്ങിണിയും പപ്പൂസും ശ്രീജേഷും ശ്രീജിത്തും സ്നേഹയും ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ പേരൊക്കെ അകത്ത് കിടന്നു റൂമിൽ. പിന്നെ ഒരു നൊസ്റ്റാൾജിയെ പിടിച്ച് ഞങ്ങൾ പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ചേ. അകത്ത് റൂമെല്ലാം ഫുള്ളായി. അങ്ങനെ ദേ പപ്പൂസും കൂടെ എൻ്റെ അടുത്ത് കിടക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന വിശേഷങ്ങളൊക്കെ പറയണം. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഓക്കെ, ബായ്.